So, a very good morning, good afternoon, good evening to one and all. So, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കാരോ ആണ്. എന്താണ് കാരോ? കമ്പനീസ്, ഓഡിറ്റേഴ്സ്, റിപ്പോർട്ട്, ഓർഡർ അല്ലെ? നമുക്കറിയാം ഇതിന് തൊട്ട് മുന്നേ വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന കാരോ 2016 ആണ്. പക്ഷെ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പഠിക്കാനുള്ള കാരോ 2020 ആണ് അല്ലെ? So, what is the difference between കാരോ 2016, കാരോ 2020? What is actually കാരോ? കാരോയുടെ ഫുൾ ഫോം എന്താണ്, ഇതെന്താണ് കാരോ, എല്ലാം നമ്മൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഓൾമോസ്റ്റ് ഒരു 2 to 3 hours ആയിരിക്കും ഈ ക്ലാസ്സിന്റെ ലെങ്ത് ഉണ്ടാവുന്നത്. സോ ഐ വോണ്ട് അറ്റ്മോസ്റ്റ് നിങ്ങളുടെ കംപ്ലീറ്റ് അറ്റൻഷനും എനിക്ക് ഇവിടെ വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാരോ എന്താണ് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഐ എം ജസ്റ്റ് സ്ക്രീൻ ഷെയറിംഗ്. ശ്രദ്ധിക്കുക, ഞാൻ വൈറ്റ് ബോർഡിൽ എഴുതുന്ന സമയത്ത് നിങ്ങളും എന്റെ കൂടെ തന്നെ എഴുതേണ്ടതാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എന്റെ ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യെസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കാരോയുടെ ഫുൾ ഫോം എന്താണ്? കാരോ ഇസ് നത്തിങ് ബട്ട് കമ്പനീസ്, ഓഡിറ്റേഴ്സ്, റിപ്പോർട്ട്, ഓർഡർ. എന്താണ്? കമ്പനീസ്, ഓഡിറ്റേഴ്സ്, റിപ്പോർട്ട്, ഓർഡർ. നമുക്ക് ഏത് കാരോ ആണ് പഠിക്കാനുള്ളത്? 2020 ആണ്. എന്താണ്? 2020. ഇതിന് തൊട്ട് മുന്നേ ഏതായിരുന്നു കാരോ ഉണ്ടായിരുന്നത്? നമുക്കറിയാം 2016 ആയിരുന്നു. ഇപ്പോൾ ഉള്ളത് 2020 ആണ്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ്, ബേസിക് ഡിഫറൻസ് ഇൻ കാരോ 2016 ആൻഡ് കാരോ 2020? കാരോ 2016 നമുക്ക് ടോട്ടൽ 16 ക്ലോസസ് പഠിക്കാനുണ്ടായിരുന്നു. എത്ര ഉണ്ടായിരുന്നു? 16 ക്ലോസസ്. ബട്ട് whereas in കാരോ 2020 അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ നമ്പർ ഓഫ് ക്ലോസസ് ഓൾസോ ഗെറ്റ്സ് ഇൻക്രീസ്. എത്രയായി? 21 ക്ലോസസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ ആണോ? സോ ഇൻ കാരോ 2016 we had 16 clauses, whereas in കാരോ 2020 we have 21 clauses. ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. എന്താണ് സർ ക്ലോസസ്? We will learn in detail. Don't worry. Okay, so just stay calm. We will learn in detail. Okay. സോ ഇത്രയും ആദ്യം മനസ്സിലാക്കാം. കാരോ 2016 16 ക്ലോസ് ആയിരുന്നു. കാരോ 2020 21 ക്ലോസ് ഉണ്ടായിരുന്നു. സർ, സെക്ഷൻ 143 ഓഫ് കമ്പനീസ് ആക്ട് എന്താണ്? പവേഴ്സ്, റൈറ്റ്സ്, ഡ്യൂട്ടീസ് ഓഫ് ദ ഓഡിറ്റർ അല്ലെ? നമുക്കറിയാം. ഈ സെക്ഷൻ 143 സബ്സെക്ഷൻ 11 എന്നൊരു സെക്ഷൻ ഉണ്ട്. എന്താണ്? സബ്സെക്ഷൻ 11. ഈ സെക്ഷൻ 143 സബ്സെക്ഷൻ 11 ജസ്റ്റ് റൈറ്റ് അലോങ് വിത്ത് മീ. എന്താണ്? പ്രൊവൈഡ്സ് പവർ ടു സെൻട്രൽ ഗവൺമെന്റ്. എന്താണ്? provides power to central government to pass an order. Provides power to central government to pass an order requiring auditors of specified companies. എല്ലാ കമ്പനീസിനുമല്ല, specified companies to report on additional matters specified in order. എന്താ പറഞ്ഞിട്ടുള്ളത്? ശ്രദ്ധിക്കാം, ഇവിടെ ശ്രദ്ധിക്കാം. പെട്ടെന്ന് എഴുതി കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കാം. എന്നെ ശ്രദ്ധിക്കാം. എന്താ പറഞ്ഞിട്ടുള്ളത് ഇവിടെ? സെക്ഷൻ 143 സബ്സെക്ഷൻ 11. സെക്ഷൻ 143 സബ്സെക്ഷൻ 11 provides power to the central government to pass an order. സോ ഈ ഒരു സെക്ഷൻ കാരണം സെൻട്രൽ ഗവൺമെന്റ് ഒരു ഓർഡർ പാസ്സാക്കി. ആ ഓർഡറിന്റെ പേരാണ് കമ്പനീസ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഓർഡർ. ആൻഡ് ദിസ് ഓർഡർ ഇസ് റിക്വയറിംഗ് ദ ഓഡിറ്റേഴ്സ് ഓഫ് സ്പെസിഫൈഡ് കമ്പനീസ് ടു റിപ്പോർട്ട് ഓൺ അഡീഷണൽ മാറ്റേഴ്സ് സ്പെസിഫൈഡ് ഇൻ ദ ഓർഡർ. സർ, യു സെഡ് അഡീഷണൽ മാറ്റേഴ്സ്, റൈറ്റ്? യെസ്. എന്തിനാ ഇതിനെ അഡീഷണൽ മാറ്റേഴ്സ് എന്ന് പറയുന്നത്? ബിക്കോസ് ഓഡിറ്റർ, ശ്രദ്ധിക്കുക, സെക്ഷൻ 143 സബ്സെക്ഷൻ 3 നമ്മൾ പഠിച്ചു ഓൾറെഡി. 143 സബ്സെക്ഷൻ 3 ഓൾറെഡി ഓഡിറ്റർ ഈസ് റിപ്പോർട്ടിംഗ് ഓൺ സോ മെനി മാറ്റേഴ്സ്. നമ്മൾ പഠിച്ചു A, B, C, D, E, F, G മുതൽ J വരെ സബ് ക്ലോസസ് നമ്മൾ പഠിച്ചു. യെസ്. സോ അണ്ടർ സെക്ഷൻ 143 സബ്സെക്ഷൻ 3 auditor is already reporting on so many matters. In addition to these matters, section 143 subsection 11 provides power to central government, who is asking the auditors of specified companies to report on additional matters. So CARO is nothing but it is
an additional reporting requirement. It is an additional reporting requirement. മനസ്സിലാവുന്നുണ്ടോ? So CARO 2020 എന്താണ് പറയുന്നത്? സെക്ഷൻ 143 സബ്സെക്ഷൻ 11 ആണ് സെൻട്രൽ ഗവൺമെന്റിന് ഈ ഒരു ഓർഡർ പാസ് ചെയ്യാനുള്ള പവർ നൽകുന്നത്. ഈ ഓർഡർ പാസ് ചെയ്യുന്നതോടുകൂടി എല്ലാ കമ്പനീസും അല്ല, സ്പെസിഫൈഡ് കമ്പനീസിലെ ഓഡിറ്റേഴ്സ് എന്ത് ചെയ്യണം? ഈ ഓർഡറിൽ പറഞ്ഞിട്ടുള്ള 21 ക്ലോസസിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യണം. ഈ ഓർഡറിൽ പറഞ്ഞിട്ടുള്ള 21 ക്ലോസസിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യണം. ഈസ് ദിസ് പോയിന്റ് ക്ലിയർ ടു യു? ടെൽ മീ. ഓക്കെ ആണോ? ഫൈൻ. ഷാൽ വി പ്രൊസീഡ്? യെസ് സർ. ശ്രദ്ധിക്കണം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് CARO 2015 ഉണ്ടായിരുന്നു, അവിടുന്ന് CARO 2016 ആയി, അപ്ഡേഷൻ വന്നു. ഇപ്പോൾ കറന്റ്ലി ഉള്ളത് CARO 2020 ആണ്. എത്രയാണ്? CARO 2020 ആണ്. See, the entire CARO is divided into 4 paras. എത്രയാണ്? 4 paras. Para 1, Para 2, Para 3 and Para 4. See, the entire CARO 2020 is divided into 4 paragraphs. Paragraph 1, actually it is talking about what all things? It is talking about short title, commencement and applicability. ഷോർട്ട് ടൈറ്റിൽ, കമൻസ്മെന്റ്, ആപ്ലിക്കബിലിറ്റിനെ കുറിച്ചാണ് പാരഗ്രാഫ് 1 സംസാരിക്കുന്നത്. പാരഗ്രാഫ് 2 എന്താണ് പറയുന്നത്? പാരഗ്രാഫ് 2 പറയുന്നത് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഓഡിറ്റർ ടു റിപ്പോർട്ട് ഓൺ മാറ്റേഴ്സ് ഇൻ പാര 3 and 4. അതായത് പാരഗ്രാഫ് 2 പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഓഡിറ്റർ, it is your duty to report on matters in paragraph 3 and 4. കഴിഞ്ഞു. പാരഗ്രാഫ് 2 പറയാണ് auditor, look here auditor, it is your duty to report on matters in paragraph 3 and 4. ഇത്രയും പാരഗ്രാഫ് 2 പറഞ്ഞു. പാരഗ്രാഫ് 3 21 ക്ലോസസിനെ കുറിച്ചും പറയുന്നത്. 21 ക്ലോസസിനെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? പാരഗ്രാഫ് 3 പാരഗ്രാഫ് 3 അഡീഷണൽ മാറ്റേഴ്സിനെ കുറിച്ച് ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യേണ്ട അഡീഷണൽ മാറ്റേഴ്സ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള പാരഗ്രാഫ് ആണ് പാരഗ്രാഫ് 3. സോ പാരഗ്രാഫ് 4 എന്താണ്? പാരഗ്രാഫ് 4 റീസൺസ് ടു ബി സ്റ്റേറ്റഡ് ഫോർ unfavorable, I hope you can understand my handwriting, unfavorable or qualified answers. അതായത് ഈ പാരഗ്രാഫ് 3 പറഞ്ഞിട്ടുള്ള 21 ക്ലോസസിലും ഏതെങ്കിലും ഒരു ക്ലോസ് ഓഡിറ്റർ is if the auditor is providing some kind of unfavorable or qualified answer in paragraph 4, auditor should state the reasons. I repeat once more. ശ്രദ്ധിക്കാം. പാരഗ്രാഫ് 3 21 ക്ലോസിൽ ഏതെങ്കിലും ഒരു ക്ലോസിനെ സംബന്ധിച്ച് ഓഡിറ്റർ ഒരു അൺഫേവറബിൾ അഥവാ ക്വാളിഫൈഡ് ആൻസർ ആണ് പ്രൊവൈഡ് ചെയ്തതെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ക്വാളിഫൈഡ് ആൻസർ പ്രൊവൈഡ് ചെയ്തത് എന്ന റീസൺസ് പറയേണ്ട പാരഗ്രാഫ് ആണ് പാരഗ്രാഫ് 4. ശ്രദ്ധിക്കാം. സോ ഇവിടെ നോക്കാം. എന്നെ നോക്കാം. ഞാനല്ല ക്ലാസ് എടുക്കുന്നപ്പോ എന്നെ ശ്രദ്ധിക്കാം. 4 പാരഗ്രാഫ് ആണ് ക്യാറോനകത്തുള്ളത്. 4 പാരഗ്രാഫ് ആണ് ക്യാറോനകത്തുള്ളത്. പാര 1, പാര 2, പാര 3, പാര 4. പാര 1 എന്താണുള്ളത്? ഷോർട്ട് ടൈറ്റിൽ, കമൻസ്മെന്റ്, ആപ്ലിക്കബിലിറ്റി. പാര 2, ഓഡിറ്റർ, ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു റിപ്പോർട്ട് ഓൺ മാറ്റേഴ്സ് സ്പെസിഫൈഡ് ഇൻ പാര 3 ആൻഡ് പാര 4. പാര 3 എന്താണുള്ളത്? അഡീഷണൽ മാറ്റേഴ്സ് ടു ബി റിപ്പോർട്ട്. അതായത് 21 ക്ലോസസിനെ കുറിച്ച് പറയുന്ന പാരഗ്രാഫ് ആണ് പാരഗ്രാഫ് 3. ആൻഡ് ലാസ്റ്റ് പാര 4 എന്താണ് പറയുന്നത്? പാര 3 21 ക്ലോസിൽ ഏതെങ്കിലും ഒരു ക്ലോസിനെ ഓഡിറ്റർ അൺഫേവറബിൾ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആൻസർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ റീസൺസ് എന്തൊക്കെയാണ് എന്ന് പറയുന്നതാണ് പാരഗ്രാഫ് 4. ഈസ് ദിസ് പോയിന്റ് ക്ലിയർ ടു യു? ടെൽ മീ. ഈസ് ദിസ് പോയിന്റ് ക്ലിയർ ടു യു? എവ്രിവൺ ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ടെൽ മീ. Yes sir, clear sir, crystal clear sir. Okay sir, so we are going to start with para 1 എന്താണ്? ഷോർട്ട് ടൈറ്റിൽ, കമൻസ്മെന്റ്, ആപ്ലിക്കബിലിറ്റി. ഷോർട്ട് ടൈറ്റിൽ നമുക്കറിയാം എന്താണ്? കമ്പനീസ്, ഓഡിറ്റേഴ്സ്, റിപ്പോർട്ട്, ഓർഡർ.
2020 ഇത് ബ്രാക്കറ്റിനകത്തുണ്ടോ? ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എപ്പോഴും ബ്രാക്കറ്റിനകത്തുണ്ടോ? ഓക്കെ ആണോ? ഇതാണ് ഷോർട്ട് ടൈറ്റിൽ. കമൻസ്മെന്റ് നെക്സ്റ്റ്, ഇത് എപ്പോ മുതലാണ്? സി ഇനീഷ്യലി ഇത് അതായത് കാരോ 2020 ഓക്കെ, കാരോ 2020 ഫൈനാൻഷ്യൽ ഇയർ 2020-2021 ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞു. പക്ഷെ കൊറോണയും മറ്റു കാര്യങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് അത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. ആസ് ഓഫ് നൗ ഫൈനാൻഷ്യൽ ഇയർ 2021-22 ഫൈനാൻഷ്യൽ ഇയറിനാണ് എന്ത് വരുന്നത്? കാരോയുടെ ആപ്ലിക്കബിലിറ്റി വരുന്നത്. സോ കാരോ ആപ്ലിക്കബിലിറ്റി, കാരോ 2020 ആപ്ലിക്കബിൾ ആവുന്നത് എപ്പോഴാണ്? ഫൈനാൻഷ്യൽ ഇയർ 2022 ഫൈനാൻഷ്യൽ ഇയറിലാണ് കാരോയുടെ ആപ്ലിക്കബിലിറ്റി വരുന്നത്. സർ അപ്പോ ഇപ്പൊ കാരോ ആപ്ലിക്കബിലിറ്റി ആവുന്നില്ലേ? ഇപ്പൊ ഏതാണ് കാരോ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്? So കാരോ 2016 ആണ് റിപ്പോർട്ടിംഗ് ചെയ്യുന്നത്. സോ ഫ്രം ഫൈനാൻഷ്യൽ ഇയർ 2021-22 ഏത് കാരോ ആപ്ലിക്കബിൾ ആവും? കാരോ 2020 ആപ്ലിക്കബിൾ ആവും. ടിൽ ദെൻ അതുവരെ ഏത് കാരോ ആയിരിക്കും ആപ്ലിക്കബിൾ ആവുന്നത്? അതുവരെ കാരോ 2016 ആയിരിക്കും ആപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ ആണോ? യെസ് സർ, ഗോട്ട് ഇറ്റ് സർ, ഗോട്ട് ഇറ്റ് സർ. നെക്സ്റ്റ്, അപ്പൊ ഷോർട്ട് ടൈറ്റിൽ നോക്കി, കമൻസ്മെന്റ് നോക്കി, നമ്മൾ അടുത്തത് ഏതാ നോക്കേണ്ടത്? ആപ്ലിക്കബിലിറ്റി. കാരോ ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ കമ്പനീസ്. എങ്ങനെയാണ് സർ ഇതിന്റെ ആപ്ലിക്കബിലിറ്റി? എങ്ങനെയാണ് സർ? ലെറ്റ്സ് സീ. സി കാരോ ഈസ് ആപ്ലിക്കബിൾ ടു എവ്രി കമ്പനി. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു എവ്രി കമ്പനി ഇൻക്ലൂഡിംഗ് ഫോറിൻ കമ്പനി. സർ കാരോ ഈസ് ആപ്ലിക്കബിൾ ടു എവ്രി കമ്പനി? യെസ്, കാരോ ഈസ് ആപ്ലിക്കബിൾ ടു എവ്രി കമ്പനി ഇൻക്ലൂഡിംഗ് ഫോറിൻ കമ്പനി. ഐ റിപ്പീറ്റ് വൺസ് മോർ. Caro is applicable to every company, including foreign company, except കുറച്ച് കണ്ടീഷൻസ്, കുറച്ച് കമ്പനീസിന്റെ പേര് ഞാൻ അടുത്തത് പറയും. ആ കമ്പനീസിന്, അത്തരം കമ്പനീസിന് കാരോ ആപ്ലിക്കബിൾ അല്ല. സി കാരോയുടെ ആപ്ലിക്കബിലിറ്റി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കാം. ആദ്യം പറഞ്ഞു കാരോ ഇസ് ആപ്ലിക്കബിൾ ടു ഓൾ ദ കമ്പനീസ്. എല്ലാ കമ്പനീസിനും കാരോ ആപ്ലിക്കബിൾ ആണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ എല്ലാത്തിനും ഇൻക്ലൂഡ് ചെയ്തതിനു ശേഷം ചില കമ്പനീസിനെ എടുത്തിട്ട് എക്സ്ക്ലൂഡ് ആക്കി, ഒഴിവാക്കി. ശ്രദ്ധിക്കുക, ആദ്യം പറഞ്ഞു എല്ലാ കമ്പനീസിനും ആപ്ലിക്കബിൾ ആണ്, അതിനുശേഷം പറഞ്ഞു ഇതിൽ നിന്നും ചില കമ്പനീസിനെ എടുത്തിട്ട് നമ്മൾ എന്താക്കി? വെളിയിലേക്ക് തള്ളിക്കളഞ്ഞു. ദാറ്റ് മീൻസ് കാരോ ഇസ് ആപ്ലിക്കബിൾ ടു എവ്രി കമ്പനി ഇൻക്ലൂഡിംഗ് ഫോറിൻ കമ്പനി എക്സെപ്റ്റ് ദീസ് കമ്പനീസ്. ഏതൊക്കെയാണ് ആ കമ്പനീസ്? ലെറ്റ്സ് സി. ഫസ്റ്റ് വൺ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന് കാരോ ആപ്ലിക്കബിൾ അല്ല, പ്രൊവൈഡഡ് 4 കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ കാരോ ആപ്ലിക്കബിൾ അല്ല. അവിടെ എഴുതി വെച്ചാൽ മതി എന്തൊക്കെയാണ് 4 കണ്ടീഷൻസ് എന്നുള്ളത് നമ്മൾ പഠിക്കും. ഓക്കെ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് പ്രൊവൈഡഡ് 4 കണ്ടീഷൻസ് ആർ ആപ്ലിക്കബിൾ. 1 person company, Section 8 companies, small companies, insurance company and banking company. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം, ഒന്നും കൂടി എഴുതി നോക്കാം. ഏതൊക്കെയാണ് കാരോ ആപ്ലിക്കബിലിറ്റി വരാത്ത കമ്പനീസ്? ഏതൊക്കെ കമ്പനീസിനാണ് കാരോ ആപ്ലിക്കബിലിറ്റി വരാത്തത്? ലെറ്റ്സ് സീ. ഫസ്റ്റ് വൺ, പ്രൈവറ്റ് ലിമിറ്റഡ് company provided 4 conditions are satisfied. Yes sir, got it. Second, 1 person company. Third, Section 8 companies. Fourth one, small companies. Then insurance company. Then banking companies. ഈ പറഞ്ഞ കമ്പനീസിന് കാരോ ആപ്ലിക്കബിലിറ്റി ഉണ്ടാവില്ല. Is it possible for you to to memorize these names? Is it possible for you? Is it possible? Yes. See, is it possible? P for private limited company, O for 1 person company, S for Section 8, S for small company, I for insurance company, B for banking company. L&D ഒഴിവാക്കി. So is it possible for you to memorize these things right now? Yes sir, it is very easy right now. It is very easy right now. Private limited, 1 person, Section 8, small, insurance and banking company. Fine sir. But in private limited companies, 4 conditions are there. You have to satisfy all the 4 conditions in order to ensure that കാരോ is not applicable to you. 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്താവുന്നുള്ളൂ? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന് കാരോ ആപ്ലിക്കബിലിറ്റി വരാതിരിക്കുന്നുള്ളൂ. 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ഐ റിപ്പീറ്റ്, 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന് കാരോ ആപ്ലിക്കബിലിറ്റി വരാതിരിക്കുന്നുള്ളൂ. ഏതൊക്കെയാണ് സാർ ആ 4 കണ്ടീഷൻസ്? ലെറ്റ്സ് സീ. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി
ഫസ്റ്റ് കണ്ടീഷൻ, നമ്മുടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഷുഡ് നോട്ട് ബി നോട്ട് എ holding company or subsidiary company of a public company. എന്താ പറഞ്ഞത്? എന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അത് ഒരു പബ്ലിക് കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയോ സബ്സിഡിയറി കമ്പനിയോ ആകാൻ പാടില്ല. എന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയായോ സബ്സിഡിയറി കമ്പനിയായോ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ, അങ്ങനെ അതായത് ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ട് ഹോൾഡിംഗ് ആയിട്ട് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഉണ്ടെങ്കിൽ അവർക്ക് കാരോ ആപ്ലിക്കബിൾ ആവും. സോ കാരോ ആപ്ലിക്കബിൾ ആകാതിരിക്കണമെങ്കിൽ ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയായോ സബ്സിഡിയറി കമ്പനിയായോ എന്തുണ്ടാകാൻ പാടില്ല? പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഉണ്ടാകാൻ പാടില്ല. പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഉണ്ടാകാൻ പാടില്ല. വി ഹാവ് ടു ചെക്ക് ദിസ് ആസ് ഓൺ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ആസ് ഓൺ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? യെസ് സർ, ഗോട്ട് ഇറ്റ് സർ. ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ആണ് സർ. സെക്കൻഡ് കണ്ടീഷൻ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ആൻഡ് സർപ്ലസ് should not exceed rupees 1 crore as on balance sheet date. അതായത് as on balance sheet date 31 മാർച്ചിന് ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും റിസർവ് ആൻഡ് സർപ്ലസും ഒരു കാരണവശാലും 1 കോടി കടക്കാൻ പാടില്ല. 1 കോടി ആണെങ്കിൽ കുഴപ്പമില്ല. ഷുഡ് നോട്ട് എക്സീഡ് 1 crore എന്നാണ് പറഞ്ഞത്. ശ്രദ്ധിക്കാം, ഡിഫറൻസ് മനസ്സിലാക്കാം. ഇഫ് ഇറ്റ് ഈസ് 1 crore നോ ഇഷ്യൂ. ഷുഡ് നോട്ട് എക്സീഡ് rupees 1 crore എന്നാണ് പറഞ്ഞത്. ഹെൻസ് അണ്ടർസ്റ്റാൻഡ്, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ആൻഡ് സർപ്ലസ് should not exceed rupees 1 crore. ഏത് ദിവസമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? ആസ് ഓൺ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ആസ് ഓൺ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. സോ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? നോട്ട് എ ഹോൾഡിംഗ് കമ്പനി ഓർ സബ്സിഡിയറി കമ്പനി ഓഫ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. Second condition, paid up share capital and reserve and surplus should not exceed rupees 1 crore as on balance sheet date. Third condition നമുക്ക് ചെക്ക് ചെയ്യാം. Third condition എന്താ പറഞ്ഞത്? Borrowings from എവിടെ? From banks and financial institutions. Borrowings from banks and financial institutions. Borrowings from banks and financial institutions should not exceed rupees 1 crore at any point of time. ശ്രദ്ധിക്കുക, ആദ്യം പറഞ്ഞത് തൊട്ട് മുന്നേ പറഞ്ഞത് ആസ് ഓൺ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ആണെങ്കിൽ ഇവിടെ പറഞ്ഞത് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന്റെ ബോറോയിങ്സ് ഫ്രം ബാങ്ക്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് നോട്ട് എക്സീഡ് rupees 1 crore. സർ 1 crore ഒരു കുഴപ്പമില്ല, 1 കോടിയിൽ കുഴപ്പമില്ല. 1 കോടിക്ക് കൂടുതൽ നോട്ട് ഓൺ ബാലൻസ് ഷീറ്റ് ഡേറ്റ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം, ഒരു കംപ്ലീറ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ ഏതെങ്കിലും ഒരു ദിവസം എന്റെ ടോട്ടൽ ബോറോയിങ്സ് എക്സീഡ് rupees 1 crore ആണെങ്കിൽ കാരോ ഈസ് ആപ്ലിക്കബിൾ ടു. സർ ഒരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ജനുവരിയിൽ ഞാൻ ഒരു ലോൺ വാങ്ങി, 10 കോടി രൂപയുടെ ലോൺ വാങ്ങി ബാങ്കിൽ നിന്ന്. ഓക്കെ, ഫെബ്രുവരിയിൽ ഞാൻ 10 കോടി രൂപയുടെ ലോണും അടച്ചു തീർത്തു. സോ ആസ് ഓൺ മാർച്ച് 31 എനിക്ക് ലോൺ ഒന്നുമില്ല. പക്ഷെ കാരോ ആപ്ലിക്കബിൾ ആണോ? ആപ്ലിക്കബിൾ ആണ്. എന്തുകൊണ്ടാണ്? കാരണം അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം എന്നാണ് പറഞ്ഞത്. സോ ജനുവരിയിൽ എന്റെ ടോട്ടൽ ലോൺസ് ബോറോയിങ്സ് ഫ്രം ബാങ്ക്സ് വാസ് മോർ ദാൻ 1 crore. 10 കോടിയാണ് ഞാൻ എടുത്തത്. സോ ഇറ്റ് ഈസ് മോർ ദാൻ 1 crore at any point of time, then കാരോ ഈസ് applicable to you. Then CARO is applicable to you. Okay ആണോ? Yes sir. So 3 conditions നമ്മൾ നോക്കി. നാലാമത്തെ കണ്ടീഷൻ എന്താ പറയുന്നത്? Total revenue as disclosed in schedule 3. Total revenue as disclosed in schedule 3. എല്ലാ income including revenue from discontinued operation. Not exceed rupees 10 crore. എന്താ പറഞ്ഞത്? ടോട്ടൽ റവന്യൂ ആസ് ഡിസ്ക്ലോസ് ഇൻ ഷെഡ്യൂൾ 3. ടോട്ടൽ റവന്യൂ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിലെ എന്റെ ടോട്ടൽ റവന്യൂ ഇൻക്ലൂഡിംഗ് ദ റവന്യൂ ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ
Sir, if you have received some revenue from discontinued operation, ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷനിൽ നിന്ന് നിങ്ങൾക്ക് വല്ല വരുമാനം കിട്ടിയാൽ അത് ഇൻക്ലൂഡ് ചെയ്യും. എല്ലാ റവന്യൂ കൂടി കൂടിയിട്ട് നിങ്ങളുടെ ടോട്ടൽ റവന്യൂ 10 കോടി കടന്നാൽ നിങ്ങൾക്ക് കാരോ ആപ്ലിക്കബിൾ ആവും. സോ കാരോ ആപ്ലിക്കബിൾ ആകാതിരിക്കണമെങ്കിൽ യുവർ ടോട്ടൽ റവന്യൂ ഷുഡ് നോട്ട് എക്സീഡ് ₹10 crore. ഈ 4 കണ്ടീഷൻസും മ്യൂച്വലി സാറ്റിസ്ഫൈ ചെയ്യണം. 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ആവണം. 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ആർ യു ഗൈസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്? Are you guys able to understand? Yes. എന്തൊക്കെയാണ് 4 conditions? First condition number 1, it should not be a holding company or subsidiary company of a public company. ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ആൻഡ് സർപ്ലസ് ഷുഡ് നോട്ട് എക്സീഡ് ₹1 crore ആസ് ഓൺ ബാലൻസ് ഷീറ്റ്. ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന്റെ ബോറോവിങ്സ് ഫ്രം ബാങ്ക്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷുഡ് നോട്ട് എക്സീഡ് ₹1 crore at any point of time. And last one, total revenue as disclosed in schedule 3, including the revenue from discontinued operations, should not exceed ₹10 crore. 10 കോടിയിൽ കൂടുതൽ വരുമാനം, 10 കോടിയിൽ കൂടുതൽ വരവ് എനിക്കുണ്ടെങ്കിൽ, ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ എനിക്കുണ്ടെങ്കിൽ, ആ കമ്പനി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അവർക്ക് കാരോ ആപ്ലിക്കബിൾ ആണ്. ആർ യു ഗൈസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്? യെസ് സർ, ഗോട്ട് ഇറ്റ് സർ. സോ കാരോ ആപ്ലിക്കബിലിറ്റി നമ്മളിപ്പോ പഠിച്ചു. എന്തൊക്കെയാണ് കാരോ ആപ്ലിക്കബിലിറ്റി? കാരോ ഈസ് ആപ്ലിക്കബിൾ ടു every company including foreign company except POSIP. Sir, what do you mean by POSIP? P for private limited company, sorry, O for one-person company, S for section 8 companies, S for small companies, I for insurance company and B for banking companies. So ഈ പറഞ്ഞ 6 കമ്പനീസിനും POSSIB, POSIP, ഈ പറഞ്ഞ 6 കമ്പനീസിനും കാരോ ആപ്ലിക്കബിൾ അല്ല. അപ്പാർട്ട് ഫ്രം ദീസ് 6 കമ്പനീസ്, കാരോ ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ദ കമ്പനീസ്. സർ, പബ്ലിക് കമ്പനീസിന് കാരോ ആപ്ലിക്കബിൾ ആണോ? ആപ്ലിക്കബിൾ ആണ്. സർ, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻസിന് കാരോ ആപ്ലിക്കബിൾ ആണോ? ആപ്ലിക്കബിൾ ആണ്. ബാങ്കിങ് കമ്പനീസിന് കാരോ ആപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞു. NBFCക്ക് കാരോ ആപ്ലിക്കബിൾ അല്ല എന്ന് പറയുന്നില്ല. ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. ഗോട്ട് ഇറ്റ് സർ, നൗ ഗോട്ട് ഇറ്റ്. സോ കാരോ ഈസ് ആപ്ലിക്കബിൾ ടു എവറി കമ്പനി ഇൻക്ലൂഡിംഗ് ഫോറിൻ കമ്പനി എക്സെപ്റ്റ് POSIP. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിൽ കാരോ ആപ്ലിക്കബിൾ ആകാതിരിക്കണമെങ്കിൽ 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ, it should not be a holding or subsidiary company for public company. The paid up share capital and reserve and surplus should not exceed ₹1 crore as on balance sheet date. The borrowings from banks and financial institutions should not exceed ₹1 crore at any point of time. Total revenue as disclosed in the schedule 3. Including the revenue from discontinued operations should not exceed ₹10 crore. ഈ 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാരോ ആപ്ലിക്കബിൾ അല്ല. ഏതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാരോ ആപ്ലിക്കബിൾ ആണ്. ഈസ് ദിസ് പോയിന്റ് ക്ലിയർ ടു യു? ടെൽ മീ. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ ആണ് സർ, മനസ്സിലായി സർ. ഇനിയിപ്പം നമുക്ക് ഈ 4 കണ്ടീഷൻസ് പഠിച്ചില്ലേ, ഇതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി നോക്കാനുണ്ട്. അതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. നമുക്ക് എന്റെ കൂടെ തന്നെ നിങ്ങളും എഴുതേണ്ടതാണ്. എഴുതണം. ഓക്കെ, യെസ് സർ, നമ്മൾ എഴുതും സർ. ഓക്കെ, ഞാൻ പറഞ്ഞു പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ആൻഡ് സർപ്ലസ് ഷുഡ് നോട്ട് എക്സീഡ് ₹1 crore എന്ന് പറഞ്ഞു അല്ലെ. സോ എന്തൊക്കെയാണ് ഈ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ? വാട്ട് ഈസ് ദിസ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ? എന്തൊക്കെ വരും? ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഇൻക്ലൂഡ്സ് both equity share capital and preference share capital. Equity share capital include ചെയ്യും, preference share capital include ചെയ്യും. Second thing, share application money received. But pending allotment. നമുക്ക് അറിയുന്ന കാര്യമാണ്, ഷെയർസ് ഇതുവരെ ഇഷ്യൂ ചെയ്തിട്ടില്ല. ആപ്ലിക്കേഷൻ മണി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? എൻട്രി പാസ് ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ആപ്ലിക്കേഷൻ മണി അല്ലെ. സോ ബട്ട് ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തില്ല, അലോട്ട്മെന്റ് ചെയ്തിട്ടില്ല. അത് ഇൻക്ലൂഡ് ചെയ്യണമോ? വേണ്ട, അത് ഇൻക്ലൂഡ് ചെയ്യണ്ട. ഇൻ മൈ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ it is not required to include share application money received but pending allotment. അത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യം
ഇല്ല. നെക്സ്റ്റ്, കോൾസ് ഇൻ അഡ്വാൻസ്. കോൾസ് ഇൻ അഡ്വാൻസ് എന്റെ പെയ്ഡ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഇൻക്ലൂഡ് ചെയ്യണോ? ആൻസർ വേണ്ട. ആൻസർ വേണ്ട. 10 രൂപയുടെ ഫേസ് വാല്യൂ ഷെയർ കമ്പനി 4 രൂപ വിളിച്ചു, ഞാൻ എക്സ്ട്രാ 2 രൂപ കൂടി അടിച്ചു, 6 രൂപ അടിച്ചു. കോൾസ് ഇൻ അഡ്വാൻസ്, അഡ്വാൻസ് ആയിട്ട് ഞാൻ പേയ്മെന്റ് ചെയ്തു. വിൽ വി ആഡ് സച്ച് എമൗണ്ട് ഇൻ പെയ്ഡ് ഓഫ് ഷെയർ ക്യാപിറ്റൽ? ഇല്ല, വി വിൽ നോട്ട് ആഡ് സച്ച് എമൗണ്ട്. ഓക്കെ ആണോ? യെസ് സർ. നെക്സ്റ്റ്, കോൾസ് ഇൻ ഏരിയർസ്. കോൾസ് ഇൻ ഏരിയർസ്, പൈസ അടച്ചില്ല, 4 രൂപ കമ്പനി ഷെയർ മണി വിളിച്ചു, ഷെയറിന്റെ പേയ്മെന്റ് കമ്പനി വിളിച്ചു, 4 രൂപ കോൾ ചെയ്തു, പക്ഷെ അടച്ചില്ല. അങ്ങനെയാണെങ്കിൽ ആ അടക്കാത്ത എമൗണ്ട് എന്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ വി ഹാവ് ടു ഡിഡക്ട് ദ കോൾസ് ഇൻ ഏരിയർ. വി ഹാവ് ടു ഡിഡക്ട് ദ കോൾസ് ഇൻ ഏരിയർസ്. ഓക്കെ ആണോ? യെസ്. പിന്നെന്താണുള്ളത്? എമൗണ്ട് ഇൻ forfeited shares. Amount of forfeited shares. Shares forfeit ചെയ്തു. ഷെയർസ് ഫോർഫീറ്റ് ചെയ്ത ആ പൈസ അത് എന്റെ പെയ്ഡ് ഓഫ് ഷെയർ ക്യാപിറ്റലിൽ ആഡ് ചെയ്യണമോ വേണ്ടോ? യെസ്, വി വിൽ ബി ഇൻക്ലൂഡിംഗ് സച്ച് എമൗണ്ട് ഇൻ പെയ്ഡ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. വി വിൽ ബി ആഡഡ് ഇൻ പെയ്ഡ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, പെയ്ഡ് ഓഫ് ഷെയർ ക്യാപിറ്റലിൽ ഇൻക്ലൂഡ്സ് ബോത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ബട്ട് പെൻഡിങ് അലോട്ട്മെന്റ്, അത് ഇൻക്ലൂഡ് ചെയ്യേണ്ട. കോൾസ് ഇൻ അഡ്വാൻസ് ഇൻക്ലൂഡ് ചെയ്യേണ്ട. കോൾസ് ഇൻ ഏരിയർസ് ഡിഡക്ട് ചെയ്യുക. എമൗണ്ട്സ് ഇൻ ദ ഫോർഫീറ്റഡ് ഷെയർസ്, ഫോർഫീറ്റ് ചെയ്ത ഷെയർസിൽ ഓൾറെഡി കിട്ടിയ ചെറിയ എമൗണ്ട് ഉണ്ടാവില്ലേ, ആ എമൗണ്ട് എന്ത് ചെയ്യണം? വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദ പെയ്ഡ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഇമ്പോർട്ടന്റ് ആണ് ഇത്. നിങ്ങൾക്ക് എപ്പോഴാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്? നമ്മൾ ആഫ്റ്റർ വൺസ് വി ആർ ഡൺ വിത്ത് കാരോ, നമ്മൾ കാരോയുടെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. ആ സമയത്ത് ഈ പറഞ്ഞ കാരോയുടെ ആപ്ലിക്കബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ടാവും. ആ സമയത്ത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ യു ഷുഡ് ഹാവ് എ വെരി ഗുഡ് നോളജ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. സോ പെയ്ഡ് ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് റിസർവ് ആൻഡ് സർപ്ലസിൽ എന്തൊക്കെ വരും എന്നാണ്. റിസർവ് ആൻഡ് സർപ്ലസ് ശ്രദ്ധിക്കണം. റിസർവ് ആൻഡ് സർപ്ലസിൽ എവറി റിസർവ്സ് വിൽ കം. എല്ലാ റിസർവ്സും നമ്മൾ ആഡ് ചെയ്യണം. എവറി റിസർവ്സ്, സ്പെസിഫിക് റിസർവ്സ് ആയാലും ജനറൽ റിസർവ്സ് ആയാലും എല്ലാ റിസർവ്സും ആഡ് ചെയ്യണം. ഇറ്റ് ഇൻക്ലൂഡ്സ് എന്തൊക്കെ വരും? ക്യാപിറ്റൽ റിസർവ്സ് വരും, റീവാല്യുവേഷൻ റിസർവ്സ് വരും, ജനറൽ റിസർവ്സ് വരും, പിന്നെന്താണ്, എല്ലാ ടൈപ്പ് ഡിബെഞ്ചർ റിഡംഷൻ റിസർവ്സ്, സ്പെസിഫിക് റിസർവ്സ് ആയാലും വരും. എന്തെങ്കിലും സ്പെസിഫിക് പേർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത റിസർവ്സ് ആണെങ്കിലും അതും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. See, one more important point what I'm going to say is like, if there is any debit balance of P&L account എന്ന് തന്നിട്ടുണ്ട്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞ വല്ല ഫിഗറും തന്നിട്ടുണ്ടെങ്കിൽ such amount should be deducted for computing reserves. Such amount should be deducted while computing reserves. ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എക്സാമിന് ഇപ്പൊ ചോദ്യം ചോദിക്കും, ജനറൽ റിസർവ്സ് 60 lakhs, പിന്നെന്താണ് ക്യാപിറ്റൽ റിസർവ്സ് 20 lakhs, റവന്യൂ റീവാലുവേഷൻ റിസർവ്സ് ഒരു 30 lakhs, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഒരു 10 lakhs എന്ന് തരികയാണെങ്കിൽ, ജസ്റ്റ് ഫോർ എൻ എക്സാമ്പിൾ തരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ടോട്ടൽ റിസർവ്സ് ഈസ് ഈക്വൽ ടു 60 plus 20 plus 30 minus 10. So 60 plus 20 80, 80 plus 30 110 minus 10 100 lakhs. Okay ano? So this is the way you have to compute what reserve and surplus. So these are the few things what you have to understand. Specific reserves will be included, general reserves will be included, capital reserves, revenue revaluation reserves, എല്ലാ റിസർവ്സും include ചെയ്യും. മൈനസ് ചെയ്യുന്ന ഒരേ ഒരു ഐറ്റം എന്താണ്? ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ ആണോ? യെസ് സർ. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? ബോറോയിങ്സ് ഫ്രം ബാങ്ക്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്.
ഇവിടെ ബോറോവിങ്സ് ഷുഡ് ബി ടേക്കൺ ഫ്രം എവിടെ? ഫ്രം ബാങ്ക്സ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും എടുക്കുന്ന ലോൺസ് മാത്രമാണ് ഇവിടെ വരുന്നത്. ആ ലോൺ എങ്ങനെ ആവാം? ഷോർട്ട് ടേം ലോൺ ആവാം, ലോങ് ടേം ലോൺ ആവാം, ഓവർ ഡ്രാഫ്റ്റ് ആവാം, ക്യാഷ് ക്രെഡിറ്റ് ആവാം, എന്തും ആവാം. ടേം ലോൺ ആവാം, വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ആവാം, എന്തും ആവാം. മനസ്സിലാവുന്നുണ്ടോ? ഷോർട്ട് ടേം ആവാം, ലോങ് ടേം ആവാം, ഓവർ ഡ്രാഫ്റ്റ് ആവാം, എന്ത് ടൈപ്പ് ഓഫ് ലോണും ആവാം. ബാങ്ക്സിൽ നിന്നും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എടുക്കുന്ന എല്ലാ ടൈപ്പ് ലോണും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. സെക്കൻഡ് ഇമ്പോർട്ടന്റ് തിങ്, ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂസ്. എന്റെ കൂടെ തന്നെ നിങ്ങളും എഴുതുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂസ് ഓൺ ക്രെഡിറ്റ് കാർഡ്. എന്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും, കമ്പനിയുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ഓൾസോ ബി ഇൻക്ലൂഡഡ്. അതും ഇൻക്ലൂഡ് ചെയ്യണം. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് accrued should be considered. Next, interest accrued but not due. Due ആയിട്ടില്ല. accrued ആണ് പക്ഷെ ഡ്യൂ ആയിട്ടില്ല. എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണോ? നോ. not form part of outstanding loans. അത് ഇൻക്ലൂഡ് ചെയ്യണ്ട. ഇൻട്രസ്റ്റ് accrued but not due ആണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണ്ട. ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡ്സ് NBFC കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡ്സ് NBFC. ഓക്കെ ആണോ? യെസ് സർ. ഓക്കെ ആണ് സർ. ഗോട്ട് ഇറ്റ് സർ. നെക്സ്റ്റ്, നോൺ ഫണ്ട് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. Sir, what do you mean by non-fund credit facilities? Non-fund credit facility means actual transfer of cash അവിടെ വരുന്നില്ല. പിന്നെ എന്താണ്? ബാങ്ക് ഗ്യാരണ്ടി ആവാം, സെക്യൂരിറ്റീസ് ആവാം, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ആവാം. So all these are what? Non-fund facilities. Certain facilities provided by banks which are considered to be non-fund facilities. Bank guarantee, securities, letter of undertaking, all these things. So ഇത്തരം ഈ നോൺ ഫണ്ട് ബേസ്ഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അത് ഇൻക്ലൂഡ് ചെയ്യണമോ എന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസിനകത്ത്? നോ. നോട്ട് ടു ബി കൺസിഡർഡ്. You should also write along with me. Yes sir. So അതും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണ്ട. Next thing what we are going to learn is regarding revenue. Revenue എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂ. ദാറ്റ് മീൻസ് ഡയറക്റ്റ് ഇൻകം വരുന്നുണ്ട്, ഇൻഡയറക്റ്റ് ഇൻകം വരുന്നുണ്ട്, രണ്ടും ഇൻക്ലൂഡ് ചെയ്യണം. ഡയറക്റ്റ് ഇൻകം വരുന്നുണ്ട്, ഇൻഡയറക്റ്റ് ഇൻകം വരുന്നുണ്ട്. ടോട്ടൽ റവന്യൂ ആണ് അല്ലെ? സോ ദ സെയിൽസ് എമൗണ്ട് ഷുഡ് ബി നെറ്റ് ഓഫ് GST പോർഷൻ ഇൻക്ലൂഡ് ചെയ്യണ്ട. ഓക്കെ, ഇറ്റ് ഷുഡ് ബി നെറ്റ് ഓഫ് ട്രേഡ് ഡിസ്കൗണ്ടും ഇൻക്ലൂഡ് ചെയ്യണ്ട, മൈനസ് ചെയ്യണം. ഓക്കെ ആണോ? യെസ്. പിന്നെന്താണ്? Sales should be net of sales return. വല്ല സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അതും നമ്മൾ മൈനസ് ചെയ്യണം. സെയിൽസ് റിട്ടേൺ ഏത് വർഷത്തെ സെയിൽസ് റിട്ടേൺ ആയാലും കുഴപ്പമില്ല. അതായത് ഈ വർഷം ഞാൻ സെയിൽ ചെയ്ത ഐറ്റം ഈ വർഷം തന്നെ സെയിൽസ് റിട്ടേൺ വന്നാൽ മാത്രമേ മൈനസ് ചെയ്യാവൂ എന്ന് എവിടെയും പറയില്ല. കഴിഞ്ഞ വർഷം ഞാൻ സെയിൽസ് ചെയ്തു, കഴിഞ്ഞ വർഷത്തെ സെയിൽസിന് ഈ വർഷമാണ് എനിക്ക് റിട്ടേൺ വന്നത്, അങ്ങനെയാണെങ്കിലും ആ റിട്ടേണും നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. സോ സെയിൽസ് എങ്ങനെയാണ്? സെയിൽസിന്റെ ടോട്ടൽ എമൗണ്ട് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? ഇറ്റ് ഷുഡ് ബി നെറ്റ് ഓഫ് GST, ഇറ്റ് ഷുഡ് ബി നെറ്റ് ഓഫ് ട്രേഡ് ഡിസ്കൗണ്ട്, ഇറ്റ് ഷുഡ് ബി നെറ്റ് ഓഫ് സെയിൽസ് റിട്ടേൺ. സോ ദീസ് ആർ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് കാരോ. ബിഫോർ സ്റ്റാർട്ടിംഗ് ദ കാരോ പ്രോസസ് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് ഏരിയാസ് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായത്. ഒരു ക്വിക്ക് റിവിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കാം. ഒരു ക്വിക്ക് റിവിഷൻ ആയിട്ട് ഇത്രയും നേരം പഠിച്ചത് പറയുകയാണെങ്കിൽ സെക്ഷൻ 143 സബ്സെക്ഷൻ 11 നിങ്ങൾ ഓർത്തു വെക്കണം. എന്താണ്? ദിസ് സെക്ഷൻ പ്രൊവൈഡ്സ് പവർ ടു സെൻട്രൽ ഗവൺമെന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് NFRA, നാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ 21 ക്ലോസസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. എന്താണ് 21 ക്ലോസസ്? ദീസ് ആർ ദ എഡീഷണൽ മാറ്റേഴ്സ് ടു ബി റിപ്പോർട്ടഡ്. By whom? By the auditors of specified companies. Okay ആണോ? Yes sir. എല്ലാ കമ്പനീസിനും കാരോ ആപ്ലിക്കബിൾ ആണോ? Yes, every company കാരോ ആപ്ലിക്കബിൾ except passive. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ആണെങ്കിൽ 4 കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഹോൾഡിംഗ് കമ്പനിയോ സബ്സിഡറി കമ്പനിയോ ആകാൻ പാടില്ല.
രണ്ട് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് 1 കോടി കടക്കാൻ പാടില്ല. ബോറോയിങ്സ് ഫ്രം ബാങ്ക്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1 കോടി കടക്കാൻ പാടില്ല അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം അല്ലെ. യെസ്. ആൻഡ് ടോട്ടൽ റവന്യൂ ഷുഡ് നോട്ട് എക്സീഡ് എത്ര 10 കോടി കടക്കാൻ പാടില്ല. അങ്ങനെ കടക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്താൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിനും കാരോ ആപ്ലിക്കബിൾ ആകുന്നതായിരിക്കും. ഓക്കെ ആണോ? യെസ്. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ കാരോയുടെ ക്ലാസ്സസ് നെക്സ്റ്റ് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് സെഷൻ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണോ? താങ്ക് യു.